ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. യേശുവല്ലോ വാക്കുമാറാത്തവൻ നാഥനല്ലോ. വാഗ്ദത്തമേകിയോൻ യേശുവല്ലോ വാക്കുമാറാത്തവൻ നാഥനല്ലോ. വീണാലും താണാലും താങ്ങുന്നവൻ കരം പിടിച്ചെന്നെ നടത്തുന്നവൻ. വീണാലും താണാലും താങ്ങുന്നവൻ കരം പിടിച്ചെന്നെ നടത്തുന്നവൻ. പരദേശിയായി നടന്നിടുമ്പോൾ താങ്ങും തണലുമായി കൂടെ വരും. പരദേശിയായി നടന്നിടുമ്പോൾ താങ്ങും തണലുമായി കൂടെ വരും. വാഗ്ദത്തമേകിയോൻ യേശുവല്ലോ വാക്കുമാറാത്തവൻ നാഥനല്ലോ. പൂർവപിതാവായ അബ്രഹാമിൻ ഏകിയ വാഗ്ദത്തമേഴല്ലയോ. പൂർവപിതാവായ അബ്രഹാമിൻ ഏകിയ വാഗ്ദത്തം ഏഴല്ലയോ. പേർ ചൊല്ലി വിളിച്ചവൻ ദൈവമല്ലോ. വഴിയിൽ നിന്നെ വിട്ടു പോകാത്തവൻ. പേർ ചൊല്ലി വിളിച്ചവൻ ദൈവമല്ലോ. വഴിയിൽ നിന്നെ വിട്ടു പോകാത്തവൻ. വാഗ്ദത്തമേകിയോൻ യേശുവല്ലോ വാക്കുമാറാത്തവൻ നാഥനല്ലോ. ഈ തീർത്ഥയാത്രയിനന്ത്യകാലേ നിത്യമാം ജീവങ്കലെത്തിച്ചേരും. ഈ തീർത്ഥയാത്രയിനന്ത്യകാലേ നിത്യമാം ജീവങ്കലെത്തിച്ചേരും. നീ ഒരനുഗ്രഹമാകുമല്ലോ വിശ്വസിക്കുന്നവർക്കെല്ലാവർക്കുമേ. നീ ഒരനുഗ്രഹമാകുമല്ലോ വിശ്വസിക്കുന്നവർക്കെല്ലാവർക്കുമേ. വാഗ്ദത്തമേകിയോൻ യേശുവല്ലോ വാക്കുമാറാത്തവൻ നാഥനല്ലോ. നിന്നെ അനുഗ്രഹിക്കുമേവരെയും ഞാൻ അനുഗ്രഹിക്കുമെന്നീശൻ ചൊന്നു. നിന്നെ അനുഗ്രഹിക്കുമേവരെയും ഞാൻ അനുഗ്രഹിക്കുമെന്നീശൻ ചൊന്നു. നിന്നെ ശപിക്കുന്ന ഏവരെയും ഞാനും ശപിക്കുമെന്നീശൻ ചൊന്നു. നിന്നെ ശപിക്കുന്ന ഏവരെയും ഞാനും ശപിക്കുമെന്നീശൻ ചൊന്നു. വാഗ്ദത്തമേകിയോൻ യേശുവല്ലോ വാക്കുമാറാത്തവൻ നാഥനല്ലോ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ടവരും
കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുമായ വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യശുശ്രൂഷ നാളിൽ തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാമത്തെ വാക്യം. ഒരുത്തനെൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കർത്താവിൻ്റെ പിന്നാലെ പോകുവാൻ ഇച്ഛിക്കുന്നവൻ, കർത്താവ് ആരെയും ബലബന്ധം ചെയ്യുന്നില്ല, ആരും അവൻ്റെ പിന്നാലെ ചെല്ലുവാൻ കർത്താവ് നിർബന്ധിക്കുന്നില്ല. എന്നാൽ ആർക്കെങ്കിലും സ്വയമായി അങ്ങനെ ഒരാഗ്രഹമുണ്ടായാൽ, യേശുക്രിസ്തുവിനെ അനുഗമിക്കണമെന്നൊരാഗ്രഹമുണ്ടായാൽ, അതാണ് കർത്താവ് പറയുന്നത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിക്കണം. ഒന്നാമത്തെ വ്യവസ്ഥ അതാണ്, അവൻ തന്നെ ത്യജിക്കണം. കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോസ്തലൻ അനുഭവിച്ചുകൊണ്ടാണിത് പറയുന്നത്. അപ്പോസ്തലനല്ല, സ്വന്തം അനുഭവത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് പറയുന്നത്. അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം അനുഭവിക്കുന്ന സത്യങ്ങളാണ്, അനുഭവിക്കാത്തതല്ല. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ ദൈവവചനം പറയുന്നവരും കർത്താവ് ആ അനുഭവങ്ങൾ സാക്ഷിക്കുന്നത് അനുഭവിച്ചുകൊണ്ട് സാക്ഷിക്കുവാൻ അതിനെനിക്ക് ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടവരാണ്. എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും, അവർ സമ്പന്നനായിരുന്നോ പ്രിയപ്പെട്ടവർ? അതേ, അവർ സമ്പന്നനായിരുന്നു. ലോകാരംഭങ്ങൾക്ക് മുൻപ് തന്നെ ഏകജാതനായ പുത്രൻ്റെ സമർപ്പണം ഏറ്റുവാങ്ങിക്കൊണ്ട് സകലത്തെയും പിതാവായ ദൈവം തൻ്റെ പുത്രന് കൊടുത്തു. അവൻ സമ്പന്നനാണ്, അവൻ സമ്പന്നന്മാരിൽ സമ്പന്നനാണ്. സകലത്തെയും പിതാവായ ദൈവം തൻ്റെ പുത്രന് കൊടുത്തവനാണ് എന്ന് നിങ്ങളുടെ മുമ്പിൽ ക്രൂശിതനായി ആരൊരുമില്ലാത്തവനെ പോലെ, അഗതിയെപ്പോലെ, പരാജിതനെ പോലെ കിടക്കുന്ന കർത്താവായ യേശുക്രിസ്തു ആരാണ്? അവൻ സമ്പന്നന്മാരിൽ സമ്പന്നനാണ്. സ്തോത്രം. ദൈവമക്കളെ, ഒരു പരിധിവരെ അല്പസ്വല്പം അനുഭവിച്ചുകൊണ്ടാണ് പാവപ്പെട്ടവർ പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നു, എന്നാൽ അവൻ എന്തായി തീർന്നു? അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. എന്താണ് ദൈവത്തിൻ്റെ കൃപ? നമ്മെ സമ്പന്നരാക്കുവാൻ, ദരിദ്രരായ നമ്മെ സമ്പന്നരാക്കുവാൻ സമ്പന്നനായ കർത്താവായ യേശുക്രിസ്തു ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയുന്നുണ്ടോ? സമ്പന്നനായ കർത്താവായ യേശുക്രിസ്തു ദരിദ്രനായി ഈ ഭൂമിയിൽ പിറന്നു. എത്ര ധ്യാനിച്ചാലും തീരുകയില്ല. അവനെവിടെയാണ് പിറന്നത്? പ്രിയപ്പെട്ടവരെ, പിതാക്കന്മാർ പറയും അവൻ കല്ലടാവിൽ എന്ന് പറഞ്ഞാൽ വെട്ടുകുഴിയിൽ, വേറെ ഇവിടെ കിട്ടാത്തത് കൊണ്ട് അവനെ വെട്ടുകുഴിയിൽ പ്രസവിച്ചു. ഈ ഭൂമിയിലെ വെട്ടുകുഴിയിൽ പ്രസവിച്ചു. എന്നിട്ട് അവനെ തുണികൾ ചുറ്റി വഴിയമ്പടുത്ത സ്ഥലമില്ലായകയാൽ പുൽത്തൊട്ടിയിൽ കിടന്നു. ഇത്രയും ദാരിദ്ര്യം അനുഭവിച്ച് ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ? ശാന്തമായി ചിന്തിക്കുക. സ്വന്തം വീടില്ല എന്ന് പറഞ്ഞ് കരയുന്നവരുണ്ട്, കടമാണെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവരുണ്ട്, രോഗമാണെന്ന് പറഞ്ഞ് പ്രയാസപ്പെടുന്നവരുണ്ട്. ഒക്കെ ശരി. കർത്താവായ യേശുക്രിസ്തു വെട്ടുകുഴിയിൽ പ്രസവിച്ച് വഴിയമ്പലത്തിൽ ഇടയില്ലാത്തതുകൊണ്ട് പുൽത്തൊട്ടിയിൽ കിടന്നു. പ്രിയപ്പെട്ടവർ, അത്രമാത്രം ദരിദ്രനായി തീർന്നു. അവൻ്റെ 1 ഇഞ്ച് സ്ഥലമില്ലായിരുന്നു. യേശുവിനെ അനുഗമിച്ച യോഹന്നാൻ്റെ ശിഷ്യന്മാരായ അന്ത്രയോസും യോഹന്നാനും യേശുവിൻ്റെ പിന്നാലെ എന്ന ഒരു ചോദ്യം ചോദിച്ചു. ഗുരു, നീ എവിടെ പാർക്കുന്നു? ഗുരു, നീ എവിടെ പാർക്കുന്നു? കർത്താവ് പറഞ്ഞ മറുപടി, വന്ന് കാണുമേൻ. 1 ഇഞ്ച് സ്ഥലം സ്വന്തമായി ഇല്ല. എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാൻ സ്വന്തമായി ഒരു സ്ഥലമില്ല. മറക്കരുത്. ഗുരു, അങ്ങ് എവിടെ പാർക്കുന്നു? വന്ന് കാണുമേൻ. പ്രിയപ്പെട്ടവരെ, എന്നെ അനുഗ്രഹിപ്പാൻ എൻ്റെ അരികിൽ വന്ന് നിൽക്കുന്ന കർത്താവായ യേശുക്രിസ്തുവോട് നിനക്ക് ഇപ്പോഴൊന്ന് ചോദിക്കാമോ? ഗുരു, അങ്ങ് എവിടെയാണ് പാർക്കുന്നത്? സഹോദര, സഹോദരി, എൻ്റെ ഹൃദയത്തിലെ വാറുക്കൽ മുട്ടിക്കൊണ്ട് ഞാൻ വാറുക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന് ഞാൻ അകത്ത് കിടന്ന് ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കുമെന്ന് വാക്ക് പറയുന്നവൻ എൻ്റെ ഹൃദയത്തിൻ്റെ വാറുക്കൽ മുട്ടിക്കൊണ്ട് നിൽക്കുന്നു. അവനെവിടെയാണ് വസിക്കേണ്ടത്? അവനെവിടെയാണ് വസിക്കുന്നത് ചോദിക്കുന്നതിന് മുൻപ് നിന്നിൽ അവനിടമുണ്ടോ? നിങ്ങൾക്ക് ചിന്തിക്കാം. അവൻ റോമൻ ഗവൺമെൻറ്റിൻ്റെ മരക്കുരിശിൽ കുരിശിക്കപ്പെട്ടവൻ.
അരിമത്യാക്കാരൻ യോസേപ്പിന്റെ കല്ലറയിൽ അടക്കപ്പെട്ടവൻ, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ്. അവന് അന്തിയുറങ്ങാൻ സ്ഥലം അവൻ എവിടെയെല്ലാം അന്വേഷിച്ചു. ഉന്നത വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ വാരക്കൽ അവൻ മുട്ടി വിളിച്ചു. അവനിടം കിട്ടിയില്ല. അനേക ദൈവാലയങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന് ഇടം കിട്ടിയില്ല. ഇന്ന് ഈ ലോകത്തിലെ ഉന്നത വ്യക്തിയുടെ ആരുടെയും ഹൃദയത്തിൽ കർത്താവിനിടം കിട്ടിയില്ല. അവൻ ഓരോ മനുഷ്യഹൃദയങ്ങളുടെ വാരക്കൽ മുട്ടിക്കൊണ്ട് നിൽക്കുന്നു. സഹോദര, നിന്റെ ഹൃദയത്തിൽ അവനിടമുണ്ടോ? നിന്റെ ഭവനത്തിൽ അവനിടമുണ്ടോ? നിന്റെ ഊണമേശയിൽ അവനിടമുണ്ടോ? നിന്റെ കിടപ്പറയിൽ അവനിടമുണ്ടോ? നിന്റെ ജീവിതത്തിൽ അവനിടമുണ്ടോ? ഇപ്പോൾ നിങ്ങൾക്ക് തിരുത്താം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാം. ക്രൂശനായ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്നു. അവനൊറ്റയ്ക്കൊരാഗ്രഹമുണ്ട്. ഉയർത്തേറ്റ കർത്താവിന് വസിക്കാൻ മനുഷ്യ ഹൃദയങ്ങൾ വേണം. നിന്റെ ഹൃദയം എനിക്ക് തരുമോ? നിന്റെ ഹൃദയം എനിക്ക് വേണ്ടി തുറക്കുമോ? ഓരോരുത്തരും കർത്താവ് ചോദിക്കുന്നുണ്ട്. ആരെങ്കിലും ഒരു ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, ഇപ്പോൾ നിങ്ങൾ ഈ പാവപ്പെട്ട കഴുതയെ കാണണ്ട, മാറ്റി നിർത്തിക്കോ, മറന്നോ? നിങ്ങളോട് ഹൃദയങ്ങളോട് വാദിക്കുന്ന നസറായനായ യേശു, സ്നേഹവാനായ കർത്താവ്, അവന് അന്തി ഉറങ്ങാൻ സ്ഥലം വേണം. അവൻ്റെ രാപാർക്കാൻ ഇടം വേണം. കൊടുക്കാൻ നിന്റെ ഹൃദയത്തിലിടമുണ്ടോ? വചനം കേൾക്കുന്ന ദൈവവേദനേ, ധ്യാനിക്കുന്ന ആത്മാവേ, നിന്റെ ഹൃദയത്തിൽ അവനിടമുണ്ടോ? നിന്റെ എന്തെങ്കിലും കവർന്നുകൊണ്ട് പോകാനാണോ? അവന് നിന്റെ എന്തെങ്കിലും വേണ്ടിയിട്ടാണോ? പ്രിയപ്പെട്ടവരെ, ഞാൻ ലജ്ജ കൂടാതെ നിങ്ങളോട് പറയട്ടെ, എനിക്ക് ഷുഗറുണ്ട്, പ്രഷറുണ്ട്, ഞാൻ മരുന്ന് കഴിക്കാറുണ്ട്. ഞാൻ ഏതാണ്ട് 1.5 വർഷങ്ങൾക്ക് മുൻപ് ദൈവസന്നിധിയിലോട്ട് ചോദിച്ചു, കർത്താവേ, രോഗം ഒരു ബുദ്ധിമുട്ടാണല്ലോ, പലയിടത്തും യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ ഈ രോഗം ഒരു വലിയ ബുദ്ധിമുട്ടാണല്ലോ, ഇതെനിക്കൊന്ന് മാറ്റിത്തരാമെങ്കിൽ ഞാൻ അതിനുവേണ്ടി ചിലവഴിക്കുന്ന രൂപയും കൂടെ കർത്താവിൻ്റെ പേരേക്ക് എടുത്തോളാം. ഞാൻ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഞാൻ 10 കൃത്യമായി കർത്താവിന് കൊടുക്കും, അതിൽ അധികവും കൊടുക്കും. ഒരു 1.5 വർഷം മുമ്പ് ഞാൻ കർത്താവിനോട് മുട്ടുമേതിരുന്ന രഹസ്യമായി എൻ്റെ പ്രാർത്ഥന മുറിയിൽ ഞാൻ പ്രാർത്ഥിച്ച കാര്യമാണ്, ഞാൻ ഇന്ന് മരുന്നിന് വേണ്ടി ചിലവഴിക്കുന്ന രൂപയും കൂടെ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എടുത്തോളാം. രോഗം ഒന്ന് മാറ്റിത്തരാം. കർത്താവ് അക്ഷരം പോലും ഇവിടെ വേണ്ടിയില്ല. പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു. എന്നോട് പറഞ്ഞു, കർത്താവ് ആരാ, നീ ആരാ? നിന്റെ നക്കാപ്പിച്ച കർത്താവിന് എന്തിനാണ്? വളരെ കർശനമായി ആത്മാവിനോട് വിട്ടു. നിന്റെ നക്കാപ്പിച്ച കർത്താവിന് എന്തിനാണ്? അപ്പോഴാണ് ഞാൻ ഓർത്തത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവം ആരാണ്? അവൻ ഈ അഖിലാണ്ടത്തിൻ്റെ ഉടയവനാണ്. ഉണ്ടാകട്ടെ എന്ന 6 വാക്ക് പറഞ്ഞാൽ ലോകം മുഴുവൻ ഉണ്ടാകുന്നവനാണ്. എൻ്റെ ദൈവമേ, സ്തോത്രം. ഞാൻ താണു. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നത്? നിൻ്റെ ഒന്നും അവന് വേണ്ടിയിട്ടല്ല, നിൻ്റെ ആർന്നും അവന് വേണ്ടിയിട്ടല്ല, നിന്നെ സമ്പന്നനാക്കാൻ. ഹല്ലേലൂയ, സ്തോത്രം. വിട്ടുകൊടുക്കാമോ? ജീവിതത്തോട് യാത്ര പറയാമോ? ഒരു കാര്യം വ്യക്തമാണ്, ഇപ്പം നിൻ്റെ ഹൃദയത്തിലേക്ക് തുറന്നാൽ നിൻ്റെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ അവൻ ഇരിക്കും. നിൻ്റെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നാൽ നിന്നെ അവൻ നടത്താൻ തുടങ്ങും, നിന്നെ അവൻ നയിക്കാൻ തുടങ്ങും, നിന്നെ അവൻ നിയന്ത്രിക്കാൻ തുടങ്ങും. മനസ്സാണോ? സമ്മതമാണോ? സമർപ്പിക്കാമോ? ജീവിതം കർത്താവിന് കൊടുക്കാമോ? ഇപ്പോൾ കർത്താവിനോട് പറയാമോ, കർത്താവേ, എല്ലാം ഞാൻ നിനക്ക് തരുന്നു, എൻ്റെ ഹൃദയത്തിൻ്റെ സിംഹാസനം ഞാൻ നിനക്കായി തരുന്നു, എന്നെ നടത്തണമേ, നയിക്കണമേ, നിയന്ത്രിക്കണമേ, നിൻ്റെ ഹിതപ്രകാരം എന്നെ നടത്തിക്കൊള്ളണമേ. പറയാൻ മനസ്സുണ്ടോ പ്രിയപ്പെട്ടവർ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. കൃപയുടെ വാതിൽ തുറന്നിട്ടുകൊണ്ട് അവൻ എന്നെയും നിങ്ങളെയും വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിസ്സാരമായ വിളിയല്ല. ഇന്ന് അനേകർക്ക് കുറ്റബോധമുണ്ട്, പക്ഷേ പാപബോധമില്ല. കുറ്റബോധം പിശാച് തരുന്നതാണ്. നീ പാപിയാണ്, നീ രക്ഷപ്പെടാൻ പോണില്ല, നീ പരിശ്രമിച്ചില്ലേ, നീ നോമ്പ് നോക്കിയില്ലേ, നീ കൂട്ടായ്മയ്ക്ക് പോയില്ലേ, നീ നടത്താൻ പ്രാർത്ഥിച്ച് നോക്കിയില്ലേ, നിനക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലല്ലോ, നിനക്കൊണ്ട് കഴിയുകയില്ല. ഈ കുറ്റബോധം തരുന്നത് സാത്താനാണ്, നിങ്ങൾ മറക്കരുത്. അതുപോലും അനേകർക്ക് തിരിച്ചറിഞ്ഞുകൂടാ. എന്നാൽ പരിശുദ്ധാത്മാവോ പാപബോധം തരുന്നവരാണ്. പാപബോധം തരിക എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യമായി പരിശുദ്ധാത്മാവ് പാപം കാണിച്ചു തരും. നിന്റെ ഇന്ന വാക്കിൽ തെറ്റുപറ്റി, നിന്റെ ഇന്ന മനോഭാവത്തിൽ തെറ്റുപറ്റി, നീ ഇന്നയാളോട് സംസാരിച്ചപ്പോൾ
നിനക്ക് നിന്റെ മനോഭാവത്തിൽ തെറ്റുവന്നു. കൃത്യമായി പരിശുദ്ധാത്മാവ് പാവബോധം തരും. അതാണ് പാവബോധം. ആ പാവബോധ ഹൃദയത്തെ കീറിമുറിക്കും. അതുമായി ദൈവസന്നിധിയിലേക്ക് ചെന്നാൽ നിന്റെ മുറിവിനെ കരിക്കുന്ന തിരുരക്തം, നിന്നെ സൗഖ്യമാക്കുന്ന തിരുരക്തം, നിന്നെ സമ്പന്നനാക്കുന്ന തിരുരക്തം നിനക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുമെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അനുഭവങ്ങൾ വേണമോ? അനുഭവങ്ങൾ ഉണ്ടോ പ്രിയപ്പെട്ടവർ? ശാന്തമായി എടുത്തിയല്ല. നമ്മതാണ് വായിച്ചു കേട്ടത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ ദൈവത്തെ ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. സഹോദരങ്ങളെ, നിങ്ങളുടെ മുമ്പിൽ എൻ്റെ ഹൃദയം തുറന്നു വെച്ചോട്ട്. ആദ്യകാലങ്ങളിൽ എനിക്കെല്ലാവരും എതിരായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും എനിക്കെതിരായി. എൻ്റെ കുടുംബം എനിക്കെതിരായി, എൻ്റെ വീട്ടുകാരനെക്കെതിരായി, എൻ്റെ ഭാര്യ പോലും എനിക്കെതിരായി, എൻ്റെ ദേശക്കാര്, എൻ്റെ ഇടവക്കാർ എല്ലാം എനിക്കെതിരായി. മാത്രമല്ല, ധാരാളം കൈക്കൂലി കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ. അവിടെയുള്ള ഓഫീസേഴ്സും സബോർഡിനേഴ്സും എനിക്കെതിരായി. എല്ലാവരും എനിക്കെതിരായി. ഞാൻ രാത്രിയുടെ ഏകാന്തതയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി ചോദിക്കും, കർത്താവ്, ഞാൻ നിന്നോട് വാക്ക് പറഞ്ഞവനാണ്. എൻ്റെ ജീവനെ ഞാൻ നിനക്കായി തന്നുകൊള്ളാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞവനാണ്. എനിക്കത് സാധിക്കും. എന്നോട് ഈ പായിൽ മുട്ടുമടക്കാൻ പോലും എനിക്കാരുമില്ല. എനിക്ക് സാധിക്കും. കർത്താവ്, ഞാൻ ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഏകനായി ഞാൻ ക്രൂശ് വീട്ടിലിരുന്ന് എൻ്റെ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്. എന്നോട് വ്യക്തിപരമായി സംസാരിച്ച കർത്താവിൻ്റെ മറുപടി നിങ്ങൾക്ക് കേൾക്കണമോ? ഓനെ, നീ എന്നോട് പറഞ്ഞ വാക്ക് പാലിച്ച് നീ മരണയോർദ്ധാൻ കിടക്കുമ്പോൾ മരണയോർദ്ധാൻ്റെ അക്കരെ എൻ്റെ രണ്ട് കൈകളും നീട്ടിപ്പിടിച്ചോണ്ട് ഞാൻ അവിടെ കാണുമെന്ന് വാക്ക് പറഞ്ഞവൻ, സഹോദര സഹോദരി, എൻ്റെ മാത്രമല്ല നിങ്ങളുടെയും കർത്താവാണ്. അവൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാരക്ക് നിൽക്കുന്നുണ്ട്. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ വാക്ക് മാറാത്തവനാണ്. അവൻ മരണയോദ്ധാൻ കിടക്കുമ്പോൾ കൂടെ ഇരിക്കുന്നവനാണ്. വിശ്വസിക്കാമോ പ്രിയപ്പെട്ടവർ? ഇപ്പോൾ ഈ വൈകിയ വേളയിൽ ജീവിതം കർത്താവിന് കൊടുക്കാമോ? നിന്നെ സമ്പന്നനാക്കുവാൻ അവൻ ദരിദ്രനായി തീർന്നു. ഇന്നവൻ അനാഥനെ പോലെ ഹൃദയത്തിൻ്റെ വാരക്കിൽ നിന്ന് മുട്ടുന്നു. എന്തെന്നറിയാമോ? അവനിരിക്കുന്ന സ്വർഗത്തിൽ നിന്നെയും ഇരുത്തുവാൻ, അവൻ്റെ സിംഹാസനത്തിൽ നിനക്ക് വിടം തരുവാൻ. നീ കണ്ടുകൊണ്ട് കാണുകയോ നീ ചെവി കൊണ്ട് കേൾക്കുകയോ നിന്റെ ഹൃദയം കൊണ്ട് സങ്കല്പിക്കുകയോ ചെയ്യാത്തതായ നിത്യമായ സ്വർഗത്തിൽ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന സ്വർഗീയ ഭവനത്തിൽ നിന്നെ ഇരുത്തുവാൻ. നീ പണം മുടക്കണ്ട. ജീവിതം കർത്താവിന് കൊടുക്കുക. സ്വയത്തെ ത്യജിക്കുക. എൻ്റെ സ്വന്തം ഇഷ്ടം എനിക്ക് വേണ്ട എന്ന് കർത്താവിനോട് പറയുക. നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ദൈവവേദലേ, നീ പ്രാർത്ഥിക്കാറില്ല? ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തൂങ്ങപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവവേദലേ, നിനക്ക് വേണ്ടി കർത്താവായ യേശു ക്രൂശിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? എന്താണ് നിനക്ക് ലഭിക്കേണ്ട അനുഗ്രഹം? ക്രൂശിലൂടെ ദൈവം ഒരുക്കിയതായ അനുഗ്രഹം എന്താണ്? അപ്പോസ്തലനായ പത്രോസ് പറയും, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്. അതാണ് അവൻ്റെ ആഗ്രഹം. നിന്നെക്കുറിച്ചുള്ള ആഗ്രഹം അതാണ്. നിനക്ക് ഇത്രയും ആയുസ്സ് ദൈവം തന്നില്ലേ? ആ ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള ആഗ്രഹം നിന്റെ ജീവിതത്തിൽ ലക്ഷ്യമായോ? ആ ലക്ഷ്യത്തിലേക്ക് നീ വന്നുവോ? അത് നിന്റെ പ്രാർത്ഥനാ വിഷയമായോ? നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്. അവൻ എന്തിനാണ് ക്രൂശിന്മേൽ കയറിയത്? മറ്റൊന്നിനുമല്ല. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. കയറുമെന്നല്ല, കയറി. അവൻ്റെ അടിപ്പിണരുക നിങ്ങൾക്ക് സൗഖ്യം നൽകിയിരിക്കുന്നു. സ്തോത്രം. ദൈവം നിനക്കെല്ലാം ഒരുക്കി വെച്ച് കഴിഞ്ഞു. നിനക്ക് സൗഖ്യം തന്നു കഴിഞ്ഞു. പാപപരിഹാരം അവൻ വരുത്തി കഴിഞ്ഞു. എന്തിനാണ് അവൻ ക്രൂശിന്മേൽ കയറിയത്? നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടത്. പാപസംബന്ധമായി നാം മരിച്ചവരാകുക. ശാന്തമായി ഞാൻ ചോദിക്കട്ടെ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ ഗ്രഹിച്ചിട്ടുണ്ട്, കുരിശ് വരയ്ക്കുന്ന ക്രിസ്ത്യാനി, കുരിശ് ധരിക്കുന്ന ക്രിസ്ത്യാനി
കുരിശിനെ ആദരിക്കുന്ന ക്രിസ്ത്യാനി അവൻ ആരാണ്? അവൻ പാപത്തിന് മരിച്ചവനാണ്. അവൻ കുരിശ് ധരിക്കണമെന്നില്ല. കുരിശിനെ ആദരിക്കുന്ന ക്രിസ്ത്യാനി, കുരിശ് വരയ്ക്കുന്ന ക്രിസ്ത്യാനി, അവൻ പാപത്തിന് മരിച്ചവനാണ്. അവനെ പാപത്തിന് കിട്ടുകയില്ല. സാധിക്കുമോ പ്രിയപ്പെട്ടവർ? ഈ തലമുറയെ ചോദിക്കുന്നവരുണ്ട്, എന്നോട് ചോദിച്ചിട്ടുള്ളവരുണ്ട്, അധികാരസ്ഥാനങ്ങളിൽ ചോദിച്ചിട്ടുള്ളവരുണ്ട്. വിശദമാക്കുന്നില്ല. ഈ ഭൂമിയിൽ പാപം കൂടാതെ ജീവിക്കാൻ കഴിയുമോ പ്രിയപ്പെട്ടവർ? വേദപുസ്തകത്തിലേക്ക് നോക്കൂ. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ മകനായ യോസേഫിനെ നോക്ക്. അവൻ പ്രതികൂലത്തിന് മധ്യത്തിലായിരുന്നില്ലേ? സഹോദരന്മാർ അവനെ 20 വെള്ളിക്കാശിനെ വിറ്റില്ലേ? മിസ്രൈമിൽ അന്യരാജ്യത്ത് പൊത്തീഫർ എന്ന് പറയുന്ന മനുഷ്യന്റെ ഭാര്യയുടെ മുമ്പിൽ അവൻ നിസ്സഹായനായി നിന്നില്ലേ? അവന് തെറ്റുപറ്റിയോ? പാപം കൂടാതെ ഈ തലമുറയിൽ അവൻ ജീവിച്ചില്ലേ? 13 വർഷം അവൻ ജയിലിൽ കിടന്നില്ലേ? അവൻ ആരുടെയെങ്കിലും കുറ്റം പറഞ്ഞോ പ്രിയപ്പെട്ടവര്? ഫറവോൻ, മിസ്രൈമിലെ രാജാവായ ഫറവോൻ ഒരവസരത്തിൽ യോസേഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെപ്പോലെ ദൈവാത്മാവുള്ള ഒരു മനുഷ്യൻ വേറെ ഇല്ല. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നെക്കാൾ വലിയനായിരിക്കും. ഞാൻ ഇവിടുത്തെ രാജാവല്ലേ. സകല കാര്യങ്ങളും നീ നോക്കിക്കോ. എല്ലാം യോസേഫിനെ ഏൽപ്പിച്ചു. നീ കൽപ്പിക്കാറ് ഈ രാജ്യത്തെ ജനങ്ങൾ കയ്യോ കാലോ അനക്കുകയില്ല. സകല അധികാരോ യോസേഫിന് കൊടുത്തില്ലേ ഫറവോൻ? ആ അധികാര കസേരയിൽ യോസേഫ് ഇരുന്നതല്ലേ വർഷങ്ങൾ? സഹോദരങ്ങളെ, തന്നെ വഞ്ചിക്കാൻ ശ്രമിച്ച തന്നെ കുറ്റക്കാരനാക്കിയ പൊത്തീഫറിന്റെ ഭാര്യയെ ശിക്ഷിക്കാൻ യോസേഫ് പോയോ? അവന്റെ ഹൃദയത്തിൽ പ്രതികാരത്തിന്റെ കണികയുണ്ടായിരുന്നോ? സഹോദര, നീയാണോ ക്രിസ്ത്യാനി? നിന്നെ നോക്കി ക്രിസ്തു സന്തോഷിക്കുമോ? നിന്റെ ജീവിതം കൊണ്ട് സ്വർഗം സന്തോഷിക്കുമോ? നിനക്ക് വേണ്ടി ദൈവം സ്വർഗം ഒരുക്കുമോ? വൈരാഗ്യത്തിന്റെ ആത്മാവ് സാത്താന്റെ ആത്മാവാണ്. അവന് ദൈവവുമായി ബന്ധമില്ല. നിനക്ക് ദൈവസനയിൽ പ്രവേശനം കിട്ടുകയില്ല. എന്ന ഭാഗ്യവശാൽ നീ കൃപയുടെ വലയത്തിലാണ്. എൻ്റെ കൃപായുഗത്തിലാണ്. കൃപയുടെ വാതിൽ നിനക്ക് വേണ്ടി തുറന്നിട്ടിട്ടുണ്ട്. സ്തോത്രം. പാപത്തോട് യാത്ര ചെയ്യാൻ നിനക്ക് മനസ്സുണ്ടോ? കൃപ കർത്താവിൻ്റെതാണ്. അത് ആത്മാവ് തരുന്നതാണ്. താഴ്ത്തി കൊടുക്കാൻ നിനക്ക് മനസ്സുണ്ടോ? നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിടരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവേ, ഈ സൗഖ്യം എൻ്റെ അനുഭവമാക്കി തീർക്കണമേ. നിങ്ങളാരെല്ലാം പ്രാർത്ഥിക്കാനുണ്ട്? നിങ്ങളാരെല്ലാം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്? കർത്താവ്, ഇതെൻ്റെ അനുഭവമാക്കി തരാം. ക്രൂശിലൂടെ അവിടുന്ന് ഒരുക്കിയതായ രക്ഷയുടെ സന്തോഷം എൻ്റെ സ്വന്തമാക്കി തീർക്കണമേ. അതിനായി ഇപ്പോൾ എന്നെ ഒരുക്കണമേ. മനസ്സുണ്ടോ സഹോദര? സ്വയത്തെ ത്യജിക്കാമോ? നീ പടുത്തുയർത്തിയ മണൽമേൽ പണിത വീട് ഇടിച്ച് തകർത്ത് കളയാമോ? ആഴേ കുഴിച്ചടിസ്ഥാനമിടുന്ന പാറമേൽ അടിസ്ഥാനമിട്ട ക്രിസ്തുവാകുന്ന പാറമേൽ ഉറച്ചു നിൽക്കുന്ന ഒരു പുതിയ ജീവിതം ഇന്ന് നിനക്ക് തരുവാൻ കർത്താവിന് മനസ്സാണ്. നിനക്ക് മനസ്സാണോ? ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും, മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ഞാൻ നിങ്ങളോട് പറയട്ടെ, സാത്താൻ തരുന്ന കുറ്റബോധത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ ആളെ മാറുകയാണ്. നിങ്ങൾ പറയണം, മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് എന്നെ വിലയ്ക്ക് വാങ്ങി. അറിയായ്മയുടെ കാലങ്ങളിൽ ഞാൻ ചെയ്തു പോയ എൻ്റെ പാപങ്ങൾ, എൻ്റെ അകൃത്യങ്ങൾ എല്ലാം കർത്താവായ ക്രിസ്തുവിന് ക്ഷമിച്ചു തരും. അവൻ എന്നെ വിലയ്ക്ക് വാങ്ങി. എങ്ങനെ? അവൻ്റെ രക്തത്താൽ. അവൻ്റെ രക്തത്തിൻ്റെ വില എന്താണ്? അതിനെപ്പോലും ഇന്ന് തുച്ഛീകരിക്കുന്ന ക്രിസ്ത്യാനിയുണ്ട്. യേശുവിൻ്റെ രക്തം പഴയത്തിൽ കാണാം, പുറപ്പാട് പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണാം, ജീവനാധാരം രക്തമല്ലോ. മനുഷ്യൻ്റെ ആയാലും മൃഗത്തിൻ്റെതായാലും
അവൻ്റെ ജീവനാധാരൻ രക്തമാണ്. അവൻ്റെ രക്തത്തിലാണ് ജീവൻ, ക്രിസ്തുവിൻ്റെ ജീവൻ. അവൻ ക്രൂശിൽ രക്തം ചിന്തി അവൻ്റെ ജീവൻ എനിക്ക് വേണ്ടി തന്നു. പാപത്തിന് ശമ്പളമായ മരണം അവൻ മാറ്റി. അവൻ്റെ രക്തം മറുവിലയായി കൊടുത്ത് അവൻ എന്നെ വിലയ്ക്ക് വാങ്ങി. സഹോദര സഹോദരി, നിന്റെ വില എന്താ? ചന്തയിൽ മെനക്കെട്ടിരിക്കുന്നവന്, അരുതാത്ത വാക്കുകൾ പറയുന്നവന്, സാക്ഷ്യമില്ലാതെ ജീവിക്കുന്നവന്, വൈരാഗ്യത്തോടെ പെരുമാറുന്നവന് നിന്റെ വില എന്താണെന്ന് നിനക്കറിയാമോ? നിന്നെ ഒരിക്കൽ കർത്താവായ യേശു വിലയ്ക്ക് വാങ്ങുന്നത് നിനക്കറിയാമോ? നിന്റെ വില എന്താണെന്നറിയാമോ? യേശുവിൻ്റെ രക്തം. അതിനേക്കാൾ വിലയുള്ളതായി ഈ ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടോ സഹോദര? നീ വിലയേറിയവനാണ്, നീ മാന്യനാണ്, ദൈവം നിന്നെ തിരഞ്ഞെടുത്തതാണ്, രാജകീയ പുരോഹിതവർഗമായ ദൈവം നിന്നെ കണ്ടതാണ്. ആർക്കെല്ലാം ബോധ്യമുണ്ട്? ആരാ ഇപ്പോൾ ദൈവത്തോട് വാക്ക് പറയുന്നു? കർത്താവേ, കഴിഞ്ഞ കാര്യങ്ങളെല്ലാം നിനക്ക് ക്ഷമിച്ചു തരണം. ഞാനത് വിശ്വസിക്കുന്നു. ക്രൂശിൽ നീ ചൊരിഞ്ഞ രക്തം എൻ്റെ പാപത്തിൻ്റെ പരിഹാരം ഞാൻ അറിയുന്നു. തകർന്നവനായി ഞാൻ വരുന്നു, മഹാപാപിയായി ഞാൻ വരുന്നു, ആ പാപികളിലൊന്നാമനായി ഞാനത് വരുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആര് വിടുവിക്കും? അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നമ്മുടെ കർത്താവായ യേശു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തകർന്ന ഹൃദയത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കുമെന്ന് പ്രാർത്ഥിച്ച് അപ്പോസ്തലൻ അടുത്ത വാചകം പറയുന്നു, കർത്താവായ യേശു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സഹോദര, ഈ തലമുറയിൽ കൃപ വ്യാപരിക്കുകയാണ്. ആത്മാവിൻ്റെ ഹൃദയത്തിൻ്റെ വാരക്കിൽ നിന്ന് മുട്ടുകയാണ്. ദൈവം നിന്നോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൃദയം തുറക്കാമോ? ഒരു പുതിയ ജീവിതം തുടങ്ങാമോ? സ്വയത്തെ ത്യജിക്കാമോ? എൻ്റെ സ്വന്തം ഇഷ്ടങ്ങളോട് യാത്ര പറയാമോ? സ്വയം എന്ന് പറഞ്ഞാൽ സാത്താനാണ്. പ്രിയപ്പെട്ടവരെ, അവൻ നുഴഞ്ഞു കയറുന്ന പാമ്പാണ്. അവൻ വളഞ്ഞ വഴി സ്വീകരിക്കുന്നവനാണ്. എൻ്റെ ദൈവം എല്ലാം അറിയുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. അവനെയും ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നിനക്ക് ആത്മീയനായി നിൽക്കാൻ ഒക്കുകയില്ല. തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. വളരെ വ്യക്തമാണ്, കർത്താവായ യേശു പറഞ്ഞതാണ്. താഴ്ത്തുന്നത് തന്നെത്താനാണ്, അവനെ ഉയർത്തുന്നത് ദൈവമാണ്. ഓർക്കണം, മറന്നുപോലെ ദൈവത്തിൻ്റെ വചനം മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആരെല്ലാം തന്നെ താഴ്ത്തുന്നുണ്ടോ അവനെ ഉയർത്തുന്നത് ദൈവമാണ്. അവനെ ഉയർത്തും. എങ്ങനെയാണ് ഉയർത്തുന്നത്? തൻ്റെ തിരുരക്തവന് മറുപടിയായി കൊടുത്തുകൊണ്ട് പാവാവസ്ഥയിൽ നിന്ന് അവനെ ഉയർത്തുന്നു. കർത്താവിൻ്റെ വകയാക്കി അവനെ തീർക്കുന്നു. അവനെ പുതിയ സൃഷ്ടിയാക്കി തീർക്കുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അവൻ്റെ കണ്ണിന് മുമ്പിൽ വരച്ചു കൊടുക്കുന്നു. തിരുരക്തത്തിൻ്റെ മുദ്രയവന് കൊടുക്കുന്നു. ആത്മാവിൻ്റെ അച്ചാരം കൊടുക്കുന്നു. ആത്മാവിൻ്റെ ഭാഷ കൊടുക്കുന്നു. ആത്മാവിൻ്റെ ജീവൻ കൊടുക്കുന്നു. പ്രിയപ്പെട്ടവർ, സകേർദം പുറത്താകുന്നു. നോട്ടം മാറും, ലക്ഷ്യം മാറും, സംസാരം മാറും, നടപ്പ് മാറും, എല്ലാം മാറും, സമൂലം മാറും. മാറ്റുന്ന ആത്മാവാണ്. നമുക്ക് നമ്മെ തന്നെ കൊടുക്കാം. ഈ തലമുറയിൽ ക്രിസ്തുവിന്റെ സാക്ഷികളായി നമുക്ക് നിൽക്കാം. അനാശ്വാസപുത്രന്മാരായി നമുക്ക് നിൽക്കാം. സഹോദര, കർത്താവ് രണ്ടാമത്തെ വരവിൽ പറന്നുയർന്നാൽ അവൻ തന്നെ മധ്യാകാശത്തിലേക്ക് കൊണ്ടുപോയാൽ അവൻ പ്രതിഫലങ്ങൾ വിതരണം ചെയ്യും. ആർക്കാണ് പ്രതിഫലം? വേല എന്നവർക്കാണ് പ്രതിഫലം. എന്താണ് വേല? നീ എത്ര കോടി ഇവിടെ ഉണ്ടാക്കിയെന്നുള്ളതല്ല വേല. നീ എന്തൊക്കെ ഇവിടെ സ്ഥാപിച്ചു എന്നുള്ളതല്ല വേല. നീ ഏതെല്ലാം സ്ഥാനങ്ങളിൽ വിരാജിച്ചു എന്നുള്ളതല്ല വേല. പാവപ്പെട്ട ആത്മാക്കളെ വീണ്ടെടുക്കുന്നതാണ് വേല. നീ ആത്മാക്കളെ വീണ്ടെടുത്തു. ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഒരു കഴുതയാകാൻ നിനക്ക് മനസ്സുണ്ടോ? സ്വയം ത്യജിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ദൈവവേദലേ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശബ്ദം ശൗല് മാത്രമേ കേട്ടുള്ളൂ. അനേകരും കൂടെ ഉണ്ടായിരുന്നു, അവരാരും കേട്ടില്ല. പക്ഷെ ശൗല് മാത്രമേ ആ ശബ്ദം കേട്ടുള്ളൂ. കണ്ണുകാഴ്ചയില്ലാത്ത ശൗല് അവിടെ കിടന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു, കർത്താവേ, ഇനി ഞാൻ എന്ത് ചെയ്യണം? വന്നതെല്ലാം വന്ന് ഇനി ഞാൻ എന്ത് ചെയ്യണം? കർത്താവിനോട് സംസാരിച്ചു. അവനവിടുന്ന് എഴുന്നേറ്റു. അനന്യാസ് തലയിൽ കൈവച്ചു. അവന് കണ്ണുകാഴ്ച കിട്ടി. അവൻ അറേബ്യൻ മരുഭൂമിയിലേക്ക് അവൻ പോയി. ഏകനായി അവൻ മരുഭൂമിയിലിരുന്നു. സ്തോത്രം. കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നു.
കർത്താവ് അവനെ പഠിപ്പിച്ചു. സ്തോത്രം. അവൻ ആത്മീകം പഠിച്ചു. പ്രിയപ്പെട്ടവരെ, ശാന്തമായ പ്രാർത്ഥനാവരയിൽ മുഴങ്കാലിരിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? നമുക്ക് താഴ്ത്താം, നമുക്ക് പ്രാർത്ഥനാ മനുഷ്യരാകാം, നമുക്ക് ആത്മാക്കളെ നേടാം. കർത്താവിനെ അറിയാത്ത അനേകർ കർത്താവിനെ കാണിച്ചു കൊടുക്കാം. ക്രൂശിക്കപ്പെട്ട കർത്താവിനെ അനേകർക്ക് കാണിച്ചു കൊടുക്കാം. നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. നമുക്ക് സമർപ്പിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവളെ പ്രതി അനുഗ്രഹിക്കണമേ. സമർപ്പിച്ച ദൈവമക്കൾ തൃക്കരം വയ്ക്കണമേ. തിരുരക്തതാജകളെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. അവിടുത്തെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ പകരണമേ. ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. സമാധാനത്തോടെ അടികളെ പറഞ്ഞയക്കണമേ. മാനവ മഹത്വം എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ.